ഇപ്പോൾ മലപ്പുറം നിലമ്പൂരിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടങ്ങിയ വാർത്തയിലേക്കാണ്. നിലമ്പൂരിലെ മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിലെത്തിയവരുടെ സ്കൂട്ടറുകളടക്കം ആന തകർത്തു. ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കോടിയ ആന പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത്. ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് പോകാൻ നോക്കട്ടെ. സ്കൂട്ടി കുത്തി മറിച്ചിട്ടില്ലേ ദേഷ്യം കണ്ടിട്ട് അടിച്ച് ഓനെ കണ്ടു കണ്ടിട്ട് ഓനെ കണ്ടവനടുത്തേക്ക് വരും. ഓനോട് എന്തോ ദേഷ്യം കളിച്ചു. ഇങ്ങനെ വന്ന കുടുങ്ങുന്ന വിശദാംശങ്ങളുമായി മേഘ PV ചേരുന്നുണ്ട്. മേഘ, ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. നിലവിൽ ഈ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇത്തരം സംഭവങ്ങൾ തുടർന്നു പോരുകയാണ്. നിലവിൽ നിലമ്പൂരിൽ നിന്നുള്ള വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ആന മറ്റാർക്കെങ്കിലും പരിക്കുകൾ ഉണ്ടാക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ആനയുടെ അവസ്ഥ എന്താണ്? ഇതിൽ ആശ്വാസജനകമായ കാര്യമെന്നാൽ ആന ആർക്കും പരിക്കുകളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. മലപ്പുറം നിലമ്പൂരിൽ ഉത്സവത്തിനെത്തിച്ച മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ബ്രഹ്മണിയം ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്ന് 4 മണിയോടെയാണ് ആന ഇടഞ്ഞത്. ആനയെ കെട്ടിയ സ്ഥലത്ത് നിന്ന് ഉത്സവത്തിനായി എഴുന്നള്ളിപ്പിന് വേണ്ടി കൊണ്ടുപോകുന്ന ഇടയ്ക്കാണ് ആന ഇടഞ്ഞത്. യാതൊരുവിധ പ്രകോപനവും ആന ഇടയുന്നതിൽ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ആന ഇടഞ്ഞത് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ആന ഇടഞ്ഞ ഉടൻ തന്നെ ആന മെയിൻ റോഡിലേക്ക് കടക്കുകയായിരുന്നു. മെയിൻ റോഡിലേക്ക് കടക്കാതിരിക്കാൻ പോലീസുകൾ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും പക്ഷെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. മെയിൻ റോഡിലേക്ക് ആന കടന്ന ഉടൻ തന്നെ ആളുകളൊക്കെ ചിതറി ഓടി കെട്ടിടത്തിന് മുകളിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. മെയിൻ റോഡിലേക്ക് കടന്ന ആന സ്കൂട്ടർ ഇവരെ ക്ഷേത്ര ദർശനത്തിനെത്തിയ ആൾക്കാരുടെ 2 സ്കൂട്ടർ തകർത്തിരുന്നു. അതുകൂടാതെ സമീപത്തെ വീട്ടിലുള്ള മതിലും തകർക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചെങ്കിലും വീണ്ടും ആന അക്രമാസക്തമായി വിരണ്ടോടുകയായിരുന്നു ഉണ്ടായിരുന്നത്. സമീപത്തിലെ ആൾക്കാരെല്ലാം ആ സമയത്ത് വളരെ ഭയന്നിരുന്നു. തുടർന്ന് നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ആനയെ തളച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായും മേഘ, എന്തായാലും ഇപ്പോൾ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1-1.5-2 മണിക്കൂറോളം ഒക്കെ നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വേനൽക്കാലമാണ് വരുന്നത്. ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും എല്ലാം കാലമാണ്. ഇത്തരത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ആനയ്ക്ക് ആവശ്യമായ മറ്റ് സങ്കേതങ്ങളും കൃത്യമായി ഒരുക്കിക്കൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വാർത്തകളായിരിക്കും ഇനിയും വരിക. എന്തായാലും നിലവിൽ മലപ്പുറം നിലമ്പൂരിൽ ഇടഞ്ഞ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മേഘ PV.